ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തേങ്ങാപ്പാലിന്റെ ഗുണങ്ങളെക്കുറിച്ചും ഉയർന്ന കൊളസ്ട്രോളും അമിതവണ്ണവും പ്രമേഹവുമുള്ളവർ എങ്ങനെയാണ് തേങ്ങാപ്പാൽ ഉപയോഗിക്കേണ്ടത് എന്നും പരിചയപ്പെടാം. നമ്മൾ മലയാളികൾ ഭക്ഷണത്തിൽ ചേർത്തും കറികളായും തേങ്ങാപ്പാൽ നിത്യവും ഉപയോഗിക്കാറുണ്ട്. വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒരുപാട് അടങ്ങിയിട്ടുണ്ട് തേങ്ങാപ്പാലിൽ. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയെ പോലെ ഒത്തിരി ഗുണങ്ങൾ തേങ്ങാപ്പാലിനുമുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിനും നമ്മുടെ ശരീരത്തിലെ ഉന്മേഷം കൈവരുന്നതിനും നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിനുള്ള കഴിവ് തേങ്ങാപ്പാലിനുണ്ട്. തേങ്ങാപ്പാലിൽ നല്ല അളവിൽ ഫൈബറും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലബന്ധമുള്ള ആളുകൾക്ക് തേങ്ങാപ്പാൽ ഒരു ഗ്ലാസ് എടുത്ത് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. മുലപ്പാലിന്റെ പോലത്തെ ഗുണങ്ങൾ ഉണ്ട് തേങ്ങാപ്പാലിലും. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ബിപിയെ ക്രമപ്പെടുത്താനും ഉയർന്ന ഹൃദയമിടിപ്പുള്ള ആളുകൾക്കും തേങ്ങാപ്പാൽ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിന് ദഹനം എളുപ്പമാക്കാൻ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണം നല്ലതാണ്. മുലപ്പാൽ വർദ്ധിക്കുന്നതിന് വേണ്ടി തേങ്ങാപ്പാലും ചെറുപയറും ഇട്ട് കഞ്ഞി വെച്ച് കഴിക്കുന്നത് മുലപ്പാൽ വർധനവിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. തേങ്ങാപ്പാൽ ബ്രെയിൻ ഡെവലപ്മെന്റിനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും വളരെ നല്ലതാണ്. പഠിക്കുന്ന കുട്ടികൾക്കും ജോലി ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ് തേങ്ങാപ്പാൽ. കുട്ടികൾക്കും ടീനേജുകാർക്കും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് തേങ്ങാപ്പാൽ. പ്രായം കൂടിയവർ തേങ്ങാപ്പാൽ കുറയ്ക്കുന്നതാണ് നല്ലത്. അലിയിച്ച ശർക്കരയിൽ തേങ്ങാപ്പാലും ചേർത്ത് ചെറുതായിട്ട് ചൂടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. അവരുടെ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ആരോഗ്യത്തിനും നല്ലതാണ്. ടീനേജുകാർക്ക് അവരുടെ സ്കിന്നും ഹെയറും ആരോഗ്യവും നിലനിർത്താൻ ഇത് സഹായിക്കും. കൊളസ്ട്രോൾ ഉള്ളവർക്കും BP ഉള്ളവർക്കും അമിതമായി വണ്ണമുള്ളവർക്കും ഉപയോഗിക്കേണ്ട രീതി: തേങ്ങയുടെ 1-ാം പാലിന്റെ പകരം 2-ാം പാൽ ഉപയോഗിക്കുക, അതും കുറഞ്ഞ അളവിൽ. ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു കുഴപ്പവുമില്ല. ദിവസവും വ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ചെയ്യാത്തവരാണെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ കൊളസ്ട്രോളും അമിതവണ്ണവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കറികളിലും മറ്റു ഭക്ഷണങ്ങളിലും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നതാണ്. വെളിച്ചെണ്ണയേക്കാൾ കൂടുതൽ ഗുണം കിട്ടുന്നത് തേങ്ങാപ്പാലിൽ നിന്നാണ്. തേങ്ങാപ്പാൽ ശരീരത്തിന് നല്ലതാണെന്ന് കരുതി അമിതമായി ഉപയോഗിക്കുന്നതും നല്ലതല്ല. ഡ്രൈ സ്കിന്നുള്ളവർക്ക് മുഖത്ത് പുരട്ടുന്നത് സ്കിന്നിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് സഹായിക്കും. തേങ്ങാപ്പാലിൽ നിന്നെടുക്കുന്ന വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിന്നിന്റെ പ്രശ്നങ്ങൾക്കും ആരോഗ്യത്തിനും നല്ലതാണ്. താരനുള്ളവർക്ക് മുടിയിലും തലയോട്ടിയിലും തേങ്ങാപ്പാൽ പുരട്ടി കുളിക്കുന്നത് നല്ലതാണ്. കായികാധ്വാനമില്ലാത്തവർ, അതായത് ജോലി ചെയ്യാത്തവരാണെങ്കിൽ അവർക്ക് ജോലി ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ അതിന്റെ പിറ്റേ ദിവസം ക്ഷീണം, ശരീരവേദന, മസിൽ പെയിൻ എന്നിവ വരാറുണ്ട്. ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒരു പ്രാവശ്യം കുടിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.